വർഷം 1828. കടലിന്റെ തിരമാലകളിൽ വഴിതെറ്റിയ യാത്രികൻ ഒരു കര കാണാതെ ദിവസങ്ങളായി ഈ മഹാസമുദ്രത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മനസ്സിൽ മരണം ഓർപ്പിച്ചവന് ദൈവം കരുതി വെച്ചിരുന്നത് മരണത്തേക്കാൾ വലിയൊരു പരീക്ഷണമായിരുന്നു. ആ വലിയ കടലിന്റെ നടുവിൽ ഒരു തിരുമണ്ണ്. എന്തായാലും ഞാൻ രാത്രി തന്നെ വെള്ളം കുടിച്ച് എത്താനാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു ഐലാൻഡിൽ പെട്ടേക്കാണ്. ഞങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇൻട്രോടെ. രാത്രി ഞാൻ വഴിതെറ്റി കടലിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു ഐലൻഡ് കണ്ടു. എൻ്റെ ജീവിത ഭാഗത്തിലാണ് ഞാനൊരു ചെറിയൊരു ഐലൻഡ് കണ്ടത്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ സ്ഥലം. നമുക്ക് എന്തായാലും അപ്പുറത്ത് വരെ പോകണം. എന്തായാലും നമ്മുടെ സ്ഥലത്തേക്ക് നമുക്ക് പോകണം. അതിന് നമുക്കിവിടെ ഈ ഐലൻഡ് നമുക്ക് സർവൈവ് ചെയ്യണം. അതാണ് രാത്രി സോംബികളൊക്കെ ഉണ്ടാവും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. പിന്നെ അവിടെ കുറച്ചൊക്കെ ഐലൻഡുകൾ കാണുന്നുണ്ട്, ചെറിയ ചെറിയ ഐലൻഡുകൾ. എന്തായാലും നമുക്ക് എന്തായാലും കുറച്ച് വുഡ് വെട്ടാം ഗൈസ്. എന്തായാലും അവിടെ ആടൊക്കെ ഉണ്ട് ഗൈസ്. അത്ര വലിയ സ്ഥലമൊന്നുമല്ല, ഞാൻ ചെറിയ സ്ഥലമാണ്. എന്തായാലും നമുക്ക് കുറച്ച് വുഡൊക്കെ വെട്ടി കളിക്കാം. വേണമല്ലോ അതിൻ്റെതായ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വുഡ്, പിന്നെ നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ വേണം ഗൈസ്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുക്കണം. ആ ക്രാഫ്റ്റിംഗ് ടേബിൾ നമ്മൾ ഇവിടെ വെക്കണം ഗൈസ്. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ കെട്ടി കുറച്ച് സ്റ്റിക്ക് എടുക്കണം. ഇതിൽ നമുക്കിവിടെ കുറച്ച് മൈനിങ് ഒക്കെ ചെയ്യണമെന്നുണ്ട്. കുറച്ച് ബോക്സ് എടുക്കാല്ലേ, നമുക്ക് ആവശ്യം വരുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്. അതിൽ നമുക്ക് കുറച്ച് ടൂൾസ് എടുക്കണം. ഒരു ആക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ. ഒരു ആക്സ്, ഒരു വുഡൻ ബ്രേക്ക്. അയ്യോ ഇത് സ്റ്റിക്ക് കഴിഞ്ഞില്ല, ഇത് കഴിഞ്ഞു. നമുക്കിത് വെച്ചിട്ട് നമുക്കൊന്ന് സർവൈവ് ചെയ്ത് നോക്കാം ഗൈസ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ ചെറിയൊരു ഐലൻഡാണ്, നമുക്ക് എന്തായാലും അവിടേക്കൊക്കെ പോകണം. ഒരു ചെറിയ ബോട്ടൊക്കെ ആയിട്ട് നമുക്കിവിടെ ഫിഷിംഗ് ഒക്കെ നടത്താം. എന്തായാലും ഇവിടെ കുറച്ച് ആടുകളൊക്കെ ഉണ്ട്. നമുക്ക് രാത്രി എന്തായാലും കിടക്കണമല്ലോ. എന്തായാലും നൈറ്റിലാണ്. അയ്യോ എന്താ ഒന്നും ഉണ്ടായില്ലല്ലോ ഇവിടെ. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായാ? കയറി വന്നപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അയ്യോ കേസ്. അപ്പോൾ എന്തായാലും ലൈഫ് പോകാൻ നല്ലൊരു വഴിയുണ്ട്. നമുക്കെന്തായാലും ഇവിടെ ആടുകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ സോംബികളൊക്കെ സ്പോൺ ആയും. എന്തായാലും സ്പോൺ ചെയ്യാൻ നല്ല കാര്യമായിരിക്കും. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇവിടെ, നമുക്കൊന്ന് സർവൈവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ. നമുക്ക് ഈ ആടുകളെ ഒന്ന് കൊല്ലാം. ഒരാടിനെ നമ്മൾ കൊന്നിട്ടുണ്ട്. രണ്ടാമത്തെ ആട് ഇവിടെ ഉണ്ടായാലോ? പോയത് ഈ ആട് പോയി. അയ്യോ ഞാൻ നല്ല ലൈഫ് കളയാണ് എൻ്റെ ഈശ്വര. എൻ്റെ ഉള്ള ലൈഫും പോവും സംശയം. ലൈഫ് പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു. ഒരാട് ഇവിടെ ഉണ്ടായിരുന്നാടാ. പ്രത്യക്ഷമായി കഴിച്ച് രണ്ടാടുണ്ടായത് ഇവിടെ. ഇങ്ങോട്ട് പോയി ഒരു മിനിറ്റാ. ആ ഭാഗത്ത് നോക്കടാ, ആ ഭാഗത്ത് എന്തായാലും ഉണ്ടാവാൻ വഴിയുണ്ട്. ഇവിടെ ഒന്നുമില്ല കൈസ്. ആട് എങ്ങോട്ടോ പോയിട്ടുണ്ട്. നമ്മൾ കണ്ണു വെച്ചിട്ട് അവൻ അങ്ങോട്ട് പോയില്ല. രണ്ടാടുണ്ട്, എനിക്ക് നല്ല ഉറപ്പാണ്. ഞാൻ കണ്ണുകൊണ്ട് കണ്ടാണ്. രണ്ടാടുണ്ട് കൈസ്. നമുക്ക് ഇവിടെ കുറച്ച് കല്ല് വെട്ടാം. കുറച്ച് കല്ലൊക്കെ വെട്ടി നമുക്ക് കുറച്ച് കല്ല് ടൂൾസ് ഉണ്ടാക്കാം. അയ്യോ ഞാൻ ഇതുകൊണ്ട് കിട്ടുന്നു. കുറച്ച് കല്ല്. അയ്യോ അമ്മായിരെ ഈ സാധനം പിന്നെ മേലെ നിന്ന് വീണു കൈസ്. ആണ് ഏറ്റവും പ്രശ്നം ഉണ്ടായത്. ഇങ്ങനെ സാധനം ഉണ്ടായി ഇങ്ങില്ല. ഞാനത് അറിഞ്ഞില്ല കൈസ്. ആ സാധനം വീണത് ഞാൻ കണ്ടില്ല. 5 കല്ല് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് കുറച്ച് ടൂൾസൊക്കെ ഉണ്ടാക്കാം. ഒരു കല്ലിൻ്റെ വാളുണ്ടാക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യമായൊരു ഇതുണ്ടാക്കാം. സ്റ്റിക്കൊക്കെ നമുക്കിതിൽ വയ്ക്കാം, ബോക്സിൽ വയ്ക്കാം. സ്ഥലം ഉണ്ടാവില്ല കൈസ്. ഇത് നമുക്കിതും ഇവിടെ വയ്ക്കാം. കുറച്ച് ഇറച്ചി നമുക്ക് ഇവിടെ വയ്ക്കാം. നമുക്ക് എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കണം. പിന്നെ ഈ സാധനം ഇത് നമുക്ക് അത്യാവശ്യമാണ്. അല്ല ഫുഡ് മേക്ക് ചെയ്യണതിന് അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. എന്തായാലും പണിയൊക്കെ ഉണ്ട്. ഒരു ബോട്ടൊക്കെ ഉണ്ടാക്കണം സെറ്റപ്പായിട്ട്. നമുക്ക് അങ്ങനെ ഇവിടെ നമുക്ക് നമ്മുടെ സാധനം ഉണ്ട് ഗൈസ്. നമുക്കിപ്പോൾ മരങ്ങൾ കത്തിച്ച് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ബ്ലാക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. കുറച്ച് നല്ലോണം ബ്ലാക്ക് സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബ്ലാക്ക് സ്റ്റോൺ വെച്ചിട്ട് കളി കളിക്കണം. സ്റ്റോണൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. തട്ടിക്കുട്ടി നമ്മളൊക്കെ എടുത്ത് അടിച്ച് മാറ്റിയിട്ടുണ്ട്. എന്തായാലും മേലെ താഴ്ത്തിട്ട് എന്നിട്ട് അതൊരു കാര്യമില്ല, സോംബികളൊന്നും ആക്രമിക്കും. മേലെ ആകുമ്പോൾ അധികം ആൾക്കാർ സ്പോൺ ആവില്ല. ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബ് തരണം. അപ്പോൾ ഇതാണ് എപ്പിസോഡ് 2 ഗൈസ്. ഓക്കെ.